1940കളിൽ ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ കർഷകർ വലിയ ചൂഷണം നേരിട്ടിരുന്നു. അന്നത്തെ പാൽ വിപണി നിയന്ത്രിച്ചിരുന്നത് പോൾസൺ ഡയറി എന്ന സ്വകാര്യ കമ്പനിയായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് പാൽ വാങ്ങി വലിയ ലാഭത്തിന് അവർ വിറ്റിരുന്നു. കർഷകർ രാപകൽ കഷ്ടപ്പെട്ട് കറന്നെടുക്കുന്ന പാൽ ഒരു തുച്ഛമായ വില മാത്രം അവർക്ക് നൽകി നഗരങ്ങളിൽ വലിയ വിലയ്ക്ക് വിറ്റു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. ഈ ചൂഷണം സഹിക്കാൻ വയ്യാതെ ഗുജറാത്തിലെ കർഷകർ സർദാർ വല്ലഭായ് പട്ടേലിനെ സമീപിച്ചു. ആ കൂടിക്കാഴ്ച ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്, നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ വില നിങ്ങൾ തന്നെ നിശ്ചയിക്കണം എന്നായിരുന്നു പട്ടേലിന്റെ ഉപദേശം. ഇതിനെതിരെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം കർഷകർ സംഘടിച്ചു. അങ്ങനെ 1946-ൽ കൈറ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ രൂപീകൃതമായി. ത്രിഭുവൻ ദാസ് പട്ടേൽ എന്ന കർഷക നേതാവിന്റെ കീഴിൽ 2 ചെറിയ സംഘങ്ങളായാണ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ കർഷകർക്ക് ഈ ബിസിനസ് അങ്ങനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു. അമുൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം സീസണൽ വ്യതിയാനമായിരുന്നു. അതായത് ശൈത്യകാലത്ത് കന്നുകാലികൾ ധാരാളം പാൽ തരും. ഈ പാൽ മുഴുവൻ വിൽക്കാൻ സാധിക്കാതെ വരികയും പാഴായി പോവുകയും ചെയ്തു. എന്നാൽ വേനൽക്കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. അന്ന് ലോകമെമ്പാടും പശുവിൻ പാലിൽ നിന്നാണ് പാൽപ്പൊടി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഭൂരിഭാഗവും എരുമപ്പാലായിരുന്നു. എരുമപ്പാലിലെ കൊഴുപ്പ് കൂടുതലായതിനാൽ അതിൽ നിന്ന് പാൽപ്പൊടി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിദേശ വിദഗ്ധർ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുത്തത് ഇന്ത്യയുടെ പാൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ HM ദലാലയുമാണ്. അമേരിക്കയിൽ നിന്ന് ഉന്നത പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഡോക്ടർ വർഗീസ് കുര്യന് സർക്കാർ നൽകിയ ജോലി ആനന്ദ് എന്ന കൊച്ചു ഗ്രാമത്തിലായിരുന്നു. സത്യത്തിൽ അവിടുത്തെ ചൂടും പൊടിയും സഹിക്കാൻ വയ്യാതെ ജോലി രാജിവെച്ച് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു വർഗീസ് കുര്യൻ. പക്ഷേ അവിടുത്തെ കർഷക നേതാവായ ത്രിഭുവൻ ദാസ് പട്ടേൽ കുര്യനെ തടഞ്ഞു. കർഷകരുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ കുര്യന്റെ മനസ്സ് മാറി. താൻ പഠിച്ച വിദ്യ ഈ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യമൊന്നും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വിദേശ കമ്പനികളാകട്ടെ ആവുന്നത്ര തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ചു. അവർ ആനന്ദിലെ ഡയറിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ആരംഭിച്ചു. ഒടുവിൽ 1955-ൽ ലോകത്തിൽ ആദ്യമായി എരുമപ്പാലിൽ നിന്ന് പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കും വിജയകരമായി നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഡയറി വ്യവസായത്തിലെ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. എരുമപ്പാലിൽ നിന്ന് പാൽപ്പൊടി ഉണ്ടായതോടെ 2 വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ശൈത്യകാലത്ത് കർഷകരിൽ നിന്ന് എത്ര പാൽ വേണമെങ്കിലും വാങ്ങാൻ അമുലിന് സാധിച്ചു. അത് പാൽപ്പൊടിയാക്കി സൂക്ഷിക്കാനും സാധിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാൽപ്പൊടി ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇന്ത്യ പാൽ ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തത നേടി. അമുലിന്റെ ഈ വിജയം കണ്ട അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഈ മാതൃക ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഡോക്ടർ കുര്യനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറിയത്. മറ്റൊരു രസകരമായ വസ്തുത, ലോകത്തെ പാലിന്റെ കാര്യത്തിൽ ഒന്നാമതെത്തിച്ച ഡോക്ടർ കുര്യന് പാൽ കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം പാൽ കുടിക്കില്ലായിരുന്നു. തന്റെയും കർഷകരുടെയും കഥ ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ പണമായിരുന്നു അവിടെയും വില്ലൻ. അന്ന് അമുലിലെ 5 ലക്ഷം കർഷകർ 2 രൂപ വീതം സംഭാവന നൽകിയാണ് മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൗഡ് ഫണ്ട് സിനിമയായിരുന്നു ഇത്. ഈ സിനിമ പിന്നീട് ദേശീയ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ബിസിനസ്സുകാരനോ ഒന്നും ആയിരുന്നില്ല. ഒരു പ്രൊഫഷണൽ മാനേജർ മാത്രമായിരുന്നു അമുലിന്റെ ഉടമസ്ഥാവകാശം മുഴുവനും കർഷകർക്ക് തന്നെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും അമുലിന്റെ ലാഭത്തിൽ നിന്ന് വലിയ വിഹിതം കൈപ്പറ്റിയിട്ടില്ല. മറിച്ച് കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലാണ് ശ്രദ്ധിച്ചത്.